അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ നന്നായിട്ടുള്ള കണവ ഫ്രൈ ആണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലൊന്നും ഇല്ല. ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന അത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുടെ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നല്ല വലിയ രീതിയിലുള്ള കണവ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ കൂന്തൽ എന്ന് പറയാം. അപ്പോൾ ആ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ മുറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കണവ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നീളത്തിൽ മുറിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് മുറിക്കുന്നത് ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിനൊരു മഷി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് പെടാതിരുന്നാൽ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഇനി വരും ദിവസങ്ങളിൽ ആഡ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് മുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയെടുക്കുകയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നെയാണ്. പക്ഷേ ആ മുറിച്ചപ്പോൾ അതിൻ്റെ ഒരു മെഴുക്കുണ്ടാവും. അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മുടെ ചട്ടിയിലാണ് അടുപ്പത്താണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്താ പറയുക ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വറവൊക്കെ അടുപ്പിലാണ് കേട്ടോ ആക്കാറ്. കാരണം ഗ്യാസ് എന്ന് വെച്ചാൽ അതിലാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ചട്ടിയിൽ അടുപ്പത്താക്കുന്നതാണ്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി, ഇതിപ്പോൾ വലിയ ഉള്ളിയാണ്ട് ഞാൻ പകുതി ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളിയൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ അത് ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാടാവണ്ട. പിന്നെ ഇതുപോലെ ഒരു കൈപ്പിടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒരുപാട് കൂടുതലാവേണ്ട, കാരണം ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു രുചി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൈക്കണക്കിന് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കിലോ കണവയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി നല്ല ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് നല്ല ജീരകം മാത്രം ചേർക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതിലാണ് നമ്മൾ ഇതിൻ്റെ ശരിക്കും തന്നെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആ കൈയൊന്ന് നന്നായിട്ടൊന്ന് അതിലേക്കൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ കൈ കഴുകി ഒഴിക്കുന്നതല്ല, നമ്മൾ കയ്യിലുള്ള പറ്റൊക്കെ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കൈ ഫുൾ ടൈം വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കിച്ചണിൽ നിൽക്കുന്നവർ എന്തായാലും ഫുൾ ടൈം കൈ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നല്ല വൃത്തിയുള്ള കൈ തന്നെയാണ്. അപ്പോൾ അത്ര മാത്രമേ വെള്ളം വേണ്ടൂ. കാരണം വെച്ചാൽ നമ്മൾ ഈ കൂന്തലിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വിഷമമായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്താ പറയുക നമുക്ക് അടുപ്പത്തേക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. സൈഡിലൊക്കെ ഇപ്പോൾ ചോറ് വെച്ചതേ ഉള്ളൂ, അതിൻ്റെ ഇതൊരാണ് കാണുന്നത് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് മുഴുവനായിട്ട് വൃത്തിയാക്കി എടുക്കുക അടുപ്പൊക്കെ. അപ്പോൾ വൈകുന്നേരം നമുക്ക് കംപ്ലീറ്റ് ക്ലീൻ ആവും. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. കാരണം കണവക്ക് നല്ല വേവുണ്ട്. അപ്പോൾ 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ കണവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ ചേർത്ത് കൊടുക്കും കേട്ടോ. കാരണം വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. ഒരു പരിപ്പ് കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇത് കൂട്ടിയിട്ട് ഒരുപാട് ചോറ് തിന്നാൽ അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള നാടൻ സ്റ്റൈൽ കുക്കിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.